ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്നിരുന്ന് സാക്ഷ്യം പറയാനായിട്ട് ലഭിച്ച ഈ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ പേര് ജിനു, ഇതെൻ്റെ ഭാര്യ ജിയ, ഇതെൻ്റെ മൂത്ത മകൻ ജോവാൻ, ഇത് രണ്ടാമത്തെ കുട്ടി ജോവാക്കിം. ഞങ്ങൾ ജർമ്മനിയിൽ നിന്നാണ് വരുന്നത്. 27/4/2024 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാനിപ്പോൾ ഞങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞിന് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ആദ്യത്തെ മകൻ നോർമലായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായതാണ്. അത് കഴിഞ്ഞ് 10 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ 10 വർഷം കാത്തിരുന്നു രണ്ടാമത്തെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളവിടെ ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും ചെക്കിങ്ങിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല, എല്ലാം നോർമലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു IVF ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യം ഉണ്ടായില്ല IVF ചെയ്യാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഈ കുഞ്ഞുണ്ടായത്. അങ്ങനെ കുഞ്ഞുണ്ടായി, എല്ലാം വളരെ നോർമലായിരുന്നു. 2 മാസം വരെ അവന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. 2 മാസം കഴിഞ്ഞ് ഒരു ദിവസം കുഞ്ഞിന് പനിച്ചു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നോർമൽ പനി ആയിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അത് പനി കുറച്ച് കൂടി വന്നു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇവള് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നു കൊച്ചിന് ഒരു സപ്പോസിറ്ററി വെച്ചു. അപ്പോൾ തന്നെ അവൻ്റെ പനി കംപ്ലീറ്റ് ഡൗൺ ആയി. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു 3 മാസത്തിന് മുമ്പ് കുട്ടികൾക്ക് ഇങ്ങനെ പനി വരാമെന്ന് വെച്ചാൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിരിക്കും, അതുകൊണ്ട് നമുക്ക് കൊച്ചിൻ്റെ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ ബ്ലഡ് ചെക്ക് ചെയ്യാനായിട്ട് കുഞ്ഞിനെ കൊണ്ടുപോയി. അപ്പം ബ്ലഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർ ബ്ലഡ് സിറിഞ്ച് കുത്തി, ബ്ലഡ് വരുന്നില്ല. അവസാനം അവർ ഞരമ്പിൽ ഞെക്കി കഴിഞ്ഞപ്പോൾ ഒരു വൈറ്റ് കളർ, അതായത് വൈറ്റും അല്ല പിങ്കും അല്ലാത്ത കളറിൽ ഒരു എന്താ പറയുക, നമ്മൾ പേസ്റ്റിൽ നിന്ന്, അതായത് ട്യൂബിൽ നിന്ന് പേസ്റ്റ് എടുക്കില്ലേ, അതുപോലെ ഒരു ഇതായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളാകെ പേടിച്ചു പോയി. അവിടെ ഡോക്ടേഴ്സിനെ സംബന്ധിച്ച് ഡോക്ടേഴ്സിന് എല്ലാവർക്കും അതൊരു ആദ്യത്തെ അനുഭവമായിരുന്നു. അപ്പം അവർക്കും അറിയത്തില്ല ഇത് എന്തുകൊണ്ടാണ് വന്നതെന്നുള്ളത്. അങ്ങനെ കുഞ്ഞിന് എന്ത് ചെയ്തിട്ടും ബ്ലഡ് വരുന്നില്ല. അവസാനം അവർ തലയിൽ ഒരു ഞരമ്പ് കിട്ടി. അപ്പോൾ തലയിൽ നിന്ന് മാക്സിമം എടുക്കാവുന്നത് അവരെടുത്തു. അപ്പോഴും ഇതിൻ്റെ കളറ് ഏകദേശം ആ ഒരു പിങ്ക് കളർ തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ അത് കയ്യിലെടുത്ത് നമ്മുടെ എയർ സർക്കുലേഷനായിട്ട് വരുമ്പോൾ അത് റെഡ് കളറിലേക്ക് മാറും. അങ്ങനെയായിരുന്നു. അതിനുശേഷം കുട്ടിയെ അപ്പോൾ തന്നെ ICUയിൽ അഡ്മിറ്റ് ചെയ്തു. അവർ അവിടെ നിന്ന് ഒരു ബ്ലഡ് കയറ്റി, കൊച്ചിന് ബ്ലഡ് കയറ്റി. അത് കഴിഞ്ഞ് അവിടുത്തെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഇല്ല, നിങ്ങളൊരു വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, നിങ്ങളുടെ കൊച്ച് വളരെ സിക്കാണ്, ഞങ്ങൾക്ക് കുട്ടിയുടെ കാര്യത്തിലൊന്നും പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു. പിന്നെ അവിടുന്ന് ഡോക്ടർ പറഞ്ഞു കൊച്ചിൻ്റെ സ്പൈനിൽ കുത്തിയെടുത്താലാണ് ഇതെന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അവിടെ തന്നെ ആംബുലൻസ് അറേഞ്ച് ചെയ്തു. ഞങ്ങൾ അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണേക്ക് മുമ്പ് ഇവിടെ കൃപാസനത്തിലേക്ക് വിളിച്ച് പറഞ്ഞിരുന്നു. കൊച്ചിൻ്റെ ഫോട്ടോ ഞങ്ങൾ അയച്ചു. പിന്നെ എല്ലായിടത്തേക്കും ഞങ്ങൾ പ്രാർത്ഥന സഹായം തേടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുട്ടിയെ കൊണ്ട് ആംബുലൻസിന് അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ലേഡി ഡോക്ടറായിരുന്നു. ആ ലേഡി ഡോക്ടർ വളരെ പ്ലസൻ്റായിട്ടൊരു സ്ത്രീ ആയിരുന്നു. അവർ കൊച്ചിനപ്പം തന്നെ NICUയിൽ അഡ്മിറ്റ് ചെയ്തു. NICUയിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ ഇതുപോലെ ഒരു കേസ് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ കൈ കിട്ടുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ടൈം വേണം, നിങ്ങൾ ധൃതി പിടിച്ചിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് സമയം വേണം, അതുകൊണ്ട് നമുക്ക് പതുക്കെ ട്രീറ്റ്മെൻറ്റിലേക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചിനെ ICUയിൽ അഡ്മിറ്റ് ചെയ്തു. അവിടെ ICUയിൽ അഡ്മിറ്റ് ചെയ്താലും പാരൻസിന് കൂടെ ഇരിക്കാം. ഇപ്പം ഞങ്ങൾ കൂടെ ഇരുന്നു. കുഞ്ഞിൻ്റെ എല്ലാ ദിവസവും ഇവിടുത്തെ ഉടമ്പടി ധ്യാനവും കേൾക്കുമായിരുന്നു, ആരാധന, കൊന്ത, ഇതെല്ലാം ആയിരുന്നു ഞങ്ങളവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം, ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ബുധൻ എന്നുള്ളൊരു ദിവസം വന്നു. എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന്. അപ്പോൾ ഞാൻ തന്നെ വൈഫിനോട് പറഞ്ഞു എന്താണെന്നറിയില്ല, ഒരു ബുധൻ എന്നൊരു ദിവസം എൻ്റെ മനസ്സിൽ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം ബുധനാഴ്ചയാണ്. അപ്പം പിറ്റേ ദിവസം ഒന്നും സംഭവിച്ചില്ല. വീണ്ടും ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും കുഞ്ഞിൻ്റെ ബ്ലഡ് എടുത്തു. ബ്ലഡ് എടുത്തപ്പോഴും അതേ സെയിം സിറ്റുവേഷൻ തന്നെ. കാരണം ഇവർക്ക് ബ്ലഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്ലഡിന് ഫ്ലോ ഇല്ലാത്തതുകൊണ്ട് എല്ലാ മെഷർമെൻറ്റുകളും എററായിട്ടാണ് കാണിക്കുന്നത്. കൊച്ചിന് HB ഇല്ല, ഒന്നുമില്ല, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. വെള്ളിയാഴ്ച വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ കൊച്ചിൻ്റെ HB ഒരല്പം കൂടി 4.5 മാറി. അത് കഴിഞ്ഞ് ഡോക്ടേഴ്സ് കുട്ടിയുടെ രോഗം എന്താണെന്ന് കണ്ടുപിടിച്ചു. കുട്ടിക്ക് ട്രൈഗ്ലിസറിൻ കൂടുതലായിരുന്നു. അതായത് നോർമൽ ഒരു ഹ്യൂമൻ ബോഡിക്ക് വേണ്ടത് 116 ആണ്.
കുട്ടിക്ക് 25,000 ആയിരുന്നു അതിൻ്റെ അളവ്. അതുകൊണ്ട് ഫാറ്റായിരുന്നു, അത് ബ്ലഡിൽ നിറയെ ഫാറ്റായിരുന്നു. അതിനുശേഷം കുട്ടിയെ NICU ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ റൂമിലേക്ക് മാറി. അപ്പോൾ ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ പറ്റുമോ, എന്താ ഇതിൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഇപ്പോൾ നമ്മൾക്ക് കുട്ടിയുടെ കാര്യമാണ് വലുത്, അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പോകുന്ന കാര്യത്തെ പറ്റി ഒന്നും ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പം ഡയറ്റീഷ്യൻ ആണ് കുട്ടിയുടെ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഡയറ്റീഷ്യന് വേണ്ടി വെയിറ്റ് ചെയ്തു. തിങ്കളാഴ്ച ഡയറ്റീഷ്യൻ വന്ന് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് പറഞ്ഞു ബ്രസ്റ്റ് ഫീഡ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അന്ന് തുടങ്ങി ബ്രസ്റ്റ് ഫീഡ് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തു. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ചൊവ്വാഴ്ച വീണ്ടും കുട്ടിയുടെ ബ്ലഡ് ചെക്ക് ചെയ്തു. അപ്പോഴും ആ ട്രൈഗ്ലിസറിൻ്റെ അളവ് 25,000 തന്നെ നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ബുധനാഴ്ച രാവിലെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് വീട്ടിൽ പോകാം, തൽക്കാലം ഞങ്ങൾ ഇവിടുന്നൊരു പൊടി തരുന്നുണ്ട്, ആ പൊടി മാത്രം കുട്ടിക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അന്ന് ആ ബുധനാഴ്ചയാണ് ആദ്യമായിട്ട് ഇവിടെ ഡെയിലി ബ്രെഡിൻ്റെ പ്രെയർ തുടങ്ങുന്നത്, 16-ാം തീയതി. അന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. അത് കഴിഞ്ഞ് കൊച്ചിൻ്റെ ബ്ലഡ് വീണ്ടും ഞങ്ങൾ അന്ന് ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവമേ ഒരു 2,000 അതിന് കുറഞ്ഞിരുന്നെങ്കിലും ഞങ്ങൾ ആഗ്രഹിച്ചു. പക്ഷേ ബ്ലഡിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അത് 2,000 കൂടി, 27,000, 25,000 എന്നുള്ളത് 27,000 ആയി. അപ്പോൾ ഞാൻ ആ റിസൾട്ടിൻ്റെ പേപ്പർ ഇങ്ങനെ പിടിച്ചിട്ട് മാതാവിനോട് പറഞ്ഞു 27,000 ആയാലും 30,000 ആയാലും ഞാൻ എന്തായാലും ജനുവരിയിൽ വന്ന് ഇവിടെ ഒന്ന് സാക്ഷ്യം പറയും എന്ന് മാതാവിനോട് അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു 4 ദിവസം കഴിയുമ്പോൾ വീണ്ടും ചെക്കപ്പിന് വരണമെന്ന് പറഞ്ഞു. ഞങ്ങൾ 4 ദിവസം കഴിഞ്ഞ് വീണ്ടും ചെക്കപ്പിന് ചെന്നു. അന്ന് ബ്ലഡ് എടുത്തു. അന്ന് കൊച്ചിൻ്റെ ബ്ലഡിൻ്റെ കൗണ്ട് 13,000 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ദിവസത്തിൽ 1 പ്രാവശ്യം ഫീഡ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് തന്നെ അവർ നമുക്കൊരു പമ്പ് തന്നു. ആ പമ്പ് വെച്ചിട്ട് നമ്മൾ ബ്രസ്റ്റ് ഫീഡ് എടുക്കും. അത് ഒരു പോളിത്തീൻ കവറിനകത്താക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 6 മന്ത് വരെ നിങ്ങൾക്കത് യൂസ് ചെയ്യാം, കുട്ടിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇരുന്ന് ആ പാല് ഓരോ ദിവസവും ഇവന് 90 ml വെച്ച് ഒരു നേരം കൊടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ചെക്കപ്പിന് ചെന്നു. ബ്ലഡ് എടുത്തു. അപ്പോൾ ബ്ലഡിൻ്റെ കളറ് നോർമൽ കളറിലേക്കായിട്ട് മാറി. പക്ഷേ ട്രൈഗ്ലിസറിനും കുറഞ്ഞു, 900-ലേക്കായിട്ട് മാറി. അപ്പോൾ ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു 2 ടൈംസ് നിങ്ങൾ ഫീഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 ടൈംസ് ഫീഡ് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും ഇവിടേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ വീണ്ടും ബ്ലഡ് ചെക്ക് ചെയ്തു. അപ്പം 300 കുറഞ്ഞു ട്രൈഗ്ലിസറിൻ. ഇപ്പോൾ കൊച്ചിന് ഒരു കുഴപ്പമില്ല, അവൻ വളരെ നോർമലാണ്. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നില്ല. ബ്രസ്റ്റ് ഫീഡ് എന്ന് വെച്ചാൽ പമ്പ് ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ട് പാല് കംപ്ലീറ്റ് തീർന്നു പോയി. അപ്പം ഇപ്പോൾ അവരൊരു ഒരു പൊടിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആ പൊടിയാണ് നമ്മളിവിടെ സ്ഥിരമായിട്ട് ഇപ്പം കൊച്ചിന് കൊടുക്കുന്നത്. ഇപ്പം അവന് കുഴപ്പങ്ങളൊന്നുമില്ല, അങ്ങനെ നന്നായിട്ട് പോകുന്നു. പിന്നെ എല്ലാ ദിവസവും ഞങ്ങൾ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു. ഇവൻ കട്ടിൽ കിടന്നത് ഇവൻ്റെ ചെറിയൊരു ബെഡാണ്. ആ ബെഡിൻ്റെ ഒരു സ്ഥലത്ത് മാതാവിൻ്റെ ഇവിടെ നിന്ന് കിട്ടിയ കാശ് രൂപ ഞങ്ങൾ വെച്ചിരുന്നു. എല്ലാ ഫീഡിനും മുമ്പായിട്ട് ഹോസ്പിറ്റലിൽ തന്നെ ഞങ്ങൾ എല്ലാ ഫീഡിനും മുമ്പായിട്ട് ഒരല്പം ഉപ്പ് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ തേനും കൊടുക്കുമായിരുന്നു, എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇപ്പം കുഴപ്പമൊന്നുമില്ലാണ്ട് ഞങ്ങൾക്ക് ദൈവം കുഞ്ഞിനെ തിരിച്ചു തന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്തിരുന്നത്, ഞങ്ങൾക്ക് അവിടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നാട്ടിലേക്ക് ഇപ്പം ആർക്കും പഠിക്കാനായിട്ട് അല്ലെങ്കിൽ വീട് പണിയാനായിട്ട് അങ്ങനെ എന്തെങ്കിലും സഹായം ചോദിച്ചു വരുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പൈസയായിട്ടാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ അവിടെ അത് കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ഉടമ്പടി എടുത്ത് പോയപ്പോൾ ജർമ്മൻ പത്രം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം അറിയാവുന്ന ഭാഷയിൽ ജർമ്മൻ സംസാരിച്ച് മറ്റുള്ളവർക്ക് ജർമ്മൻ പത്രം കൊടുത്തിരുന്നു. പിന്നെ അതുകൂടാതെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്. ഞാനിവിടുന്ന് പോയതിന് ശേഷം ഞാൻ അവിടെ ചെന്നാണ് ജർമ്മൻ പഠിച്ചത്. ജർമ്മൻ എക്സാം പാസ്സായി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ജോലി വേണമായിരുന്നു. അപ്പോൾ ഞാനത് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോടൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. മാതാവിനോട് പറഞ്ഞു ജോലിക്ക് വേണ്ടി ഞാൻ എത്ര നാൾ വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം, പക്ഷേ എനിക്ക് എല്ലാ ദിവസവും ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്. എനിക്ക് തോന്നുന്നു ജർമ്മനിൽ വളരെ കുറച്ച് പള്ളികളിൽ മാത്രമാണ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയുള്ളത്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു അങ്ങനെ ജോലിക്ക് പോകാവുന്ന പള്ളിയിൽ പോകാവുന്ന രീതിയിലുള്ളൊരു ജോലി എനിക്ക് തന്നാൽ മതി, ഞാൻ എത്ര നാൾ വേണമെങ്കിലും വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ മാതാവ് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്കൊരു ജോലി കിട്ടി. എനിക്ക് രാവിലെ മോർണിംഗ്
6 മണി തുടങ്ങി 2:30 വരെ എനിക്ക് ഡ്യൂട്ടി ഉള്ളൂ. എനിക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബത്തെ ഇത്രയേറെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പറയുന്നു. ഞങ്ങളിപ്പം സാക്ഷ്യം പറയാൻ വേണ്ടി 2 ആഴ്ച ലീവ് എടുത്തിട്ട് മാത്രം വന്നതാണ്. ഞങ്ങൾക്ക് വേറെ ഒരു ഇതില്ല. ഞങ്ങൾ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി ലഗേജ് നേരെ വീട്ടിലേക്ക് കയറ്റി വിട്ടു. എന്നിട്ട് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് നേരെ ഇവിടെ വന്നു എത്തിയപ്പോൾ ഏകദേശം 7 മണിയായി. കൗണ്ടർ അടയ്ക്കാൻ പോകുന്നുണ്ടായിരുന്നു. എന്നാലും മാതാവിനെ കണ്ട് ഞങ്ങൾ നേർച്ചയായിട്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾ വീട്ടിൽ തിരിച്ചു ചെന്ന്. അപ്പം ഞാൻ അവിടെ വെച്ച് ICUയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ കൊച്ചിന് ഒരു കുഴപ്പവും കൂടാതെ മാതാവ് തിരിച്ചു തരുവാണെങ്കിൽ ഞങ്ങൾ ആദ്യം മാതാവിനെ കാണിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് കാണിക്കുകയുള്ളൂ എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. തോബിത്തിൻ്റെ പുസ്തകം 13-ാം അധ്യായം 6-ാം തിരുവചനം അരുളി ചെയ്യുന്നു, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല, അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും. എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ എനിക്ക് പങ്കെടുക്കണം, ജോലിക്ക് വേണ്ടി എത്ര വേണമെങ്കിലും ഞാൻ വെയിറ്റ് ചെയ്യാം. ഇതാണ് ജിനു എടുത്ത നിലപാട്. ജർമ്മനിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഈ നിലപാടിനെ ഈശോ എത്രമാത്രമാണ് ഈശോ ആദരിച്ചത്, ഈശോ ഏറ്റെടുത്തത്. തൻ്റെ കുഞ്ഞിൻ്റെ അനുഭവമാണ് ഈ മകൻ ഇപ്പോൾ നമ്മോട് പങ്കുവെച്ചത്. ആദ്യത്തെ കുട്ടിക്ക് ശേഷം 10 വർഷത്തിന് ശേഷം തങ്ങൾക്കിനി IVF ഒക്കെ ഉള്ളൂ എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ സാഹചര്യത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷം ഒരു കുഞ്ഞിനെ തങ്ങൾക്ക് ലഭിച്ചു. 2 മാസം വരെ നോർമലായിരുന്നു. പിന്നീടാണ് ഒരു പനി വന്ന് പിന്നീട് ആ കുഞ്ഞിന് സംഭവിച്ച കാര്യങ്ങളൊക്കെയാണ് നാം കേട്ടത്. ട്രൈഗ്ലിസറിൻ കൂടി, എന്നിട്ടത് എന്തായിരുന്നു, ബ്ലഡേ വരുന്നില്ലാത്ത ഒരവസ്ഥ. ഈ ഒരവസ്ഥയിൽ പിന്നീട് ട്രൈഗ്ലിസറിൻ എങ്ങനെയാണ് വീണ്ടും കൂടുന്നതെന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അതായത് ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചു, എന്നിട്ട് 25-ൽ നിന്ന് 27-ലേക്ക് മാറുകയാണ്. അപ്പോഴും ഈ മകനൊരു നിലപാടെടുത്തു, ഇത് 30 ആയാലും വേണ്ടില്ല, ഞാൻ ജനുവരിയിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയും. ഇതാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മെ സ്വീകാര്യരാക്കുക. അതായത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചാഞ്ചാടാതെ തനിക്ക് പരിശുദ്ധ അമ്മയും ഈശോയും പൂർണ്ണമായിട്ടും തൻ്റെ കുഞ്ഞിനെ തനിക്ക് തിരിച്ചു തരും, അത് എന്തു വന്നാലും തനിക്കിതിൽ ഒരു പോസിറ്റീവ് റിസൾട്ട് തനിക്ക് ഉണ്ടാകും എന്ന് ഈ ദമ്പതികൾ പൂർണ്ണമായും വിശ്വസിച്ചു. അങ്ങനെ പിന്നീട് അത് 900-ആയി, 300-ആയി. ഇന്നിപ്പോൾ കുട്ടി നോർമലായിട്ട് എല്ലാ കാര്യങ്ങളുമൊക്കെ കുഞ്ഞിൻ്റെ പ്രവർത്തനങ്ങൾ, ആന്തരിക അവയവങ്ങൾ എല്ലാം നല്ല രീതിയിലൊക്കെ കുട്ടി മുമ്പോട്ട് പോകുന്നു. ആരോഗ്യം വീണ്ടും നൽകിയതിന് ഇന്ന് നന്ദി പറയുകയാണ്. തങ്ങൾ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം എത്ര രൂപയാണ്, അതായത് ടിക്കറ്റ്, അതായത് നമുക്ക് ഇന്ന് സാക്ഷ്യം പറയാൻ വരണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കലവൂരിൽ നിന്ന് വരാം, ആലപ്പുഴയിൽ നിന്ന് വരാം, നമ്മുടെ വീട് എവിടെയാണോ അവിടെ നിന്ന് നമുക്ക് വരാം. എന്നാൽ ഇതൊക്കെയാണ് ദൈവം വിലയുള്ളതായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്ര ടിക്കറ്റ് ചാർജോ ഇതൊന്നുമല്ല. ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം, അതാണ് ഈ മകൻ ഏറ്റവും വിലയുള്ളതായിട്ട് കാണുന്നത്. അങ്ങനെ ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നു, തങ്ങളുടെ ജീവിതം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു, എല്ലാം ഉടമ്പടി പ്രകാരം തങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്യുന്നു എന്നൊക്കെ പറയുകയാണ്. നമുക്ക് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി കർത്താവിലേക്ക് തിരിയുമ്പോൾ അവിടുന്ന് നമ്മിൽ നിന്ന് മുഖം മറയ്ക്കില്ല, അവിടുന്ന് നമ്മെ കടാക്ഷിക്കും. അതാണ് അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുക. നമുക്ക് ഈ കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ഈ പുണ്യ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച കൃപാസനം അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് റീന. ഞാൻ ഓസ്ട്രേലിയയിലെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഞങ്ങൾ ഫാമിലിയായിട്ട് അവിടെയാണ്. 2022 ഞാൻ ജോലിക്കിടെ എൻ്റെ നടുവ് ഇഞ്ചുറി ഉണ്ടായി. L4 L5 ഡിസ്ക് തെന്നി നെർവ് ട്രാപ്പായിട്ട് എനിക്ക് നടക്കാനും പറ്റില്ല, ഇരിക്കാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിൽ ഞാൻ എത്തി. അവർ എനിക്ക് സ്റ്റീറോയിഡ് ഇഞ്ചക്ഷനൊക്കെ തന്നു. എന്നിരുന്നാൽ എനിക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ലായിരുന്നു. വളരെയധികം വേദനയിൽ സഫർ ചെയ്തിരുന്ന സമയത്ത് ഞാൻ യൂട്യൂബിലൂടെ ധ്യാനങ്ങൾ കാണുമായിരുന്നു. അങ്ങനെ കണ്ടപ്പോഴാണ് കൃപാസനം ചാനൽ കയറി വരികയും അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടാൻ എനിക്ക് അവസരം ലഭിക്കുകയും ചെയ്ത് ഞാനത് കൂടുതൽ എന്നെ അത് ആകർഷിച്ചുകൊണ്ടിരുന്നു. ഒത്തിരി സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കുമായിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് ലൈറ്റ് കാൻഡിൽ പ്രയറിട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് തന്നെ ഒരു ധൈര്യം അതോടെ ഉണർന്നു. ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കുവാനും ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക്
അവിടെ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ വരാൻ അവസരം കിട്ടിയാൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരിക്കുമെന്ന്. ഞാൻ ഒരു കുഴപ്പവും കൂടാതെ ഇവിടെ യാത്ര ചെയ്ത് ഞാനിവിടെ എത്തി. ജൂലൈയിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് മേളിലെ ക്ലാസ്സിന് പോകാൻ നേരം 2ാം നിലയിലേക്ക് കയറണം. എനിക്ക് പക്ഷേ സ്റ്റെപ്പിൽ കാല് കുത്താൻ പറ്റില്ല, അതുപോലെ വേദനയാണ്. ഞാൻ കമ്പിയാൽ ഞാൻ കിടന്ന് വലിഞ്ഞ് മേളിൽ കയറി. എങ്ങനെ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒരു ബുദ്ധിമുട്ടും കൂടാതെ അവിടെ എത്തിച്ചേർന്നു. ക്ലാസ്സെല്ലാം അറ്റൻഡ് ചെയ്തു. ആ ഉടമ്പടി എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. എന്നോട് ഡോക്ടർമാർ പറഞ്ഞിരുന്നത് എനിക്ക് ഇനി ജോലിക്ക് തിരിച്ചൊന്നും കയറാൻ പറ്റത്തില്ല, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, സർജറി മാത്രമേ ഇതിനുള്ള മരുന്നുള്ളെന്നായിരുന്നു അവരെന്നോട് പറഞ്ഞിരുന്നു ഒരു പ്രതിവിധി. എനിക്ക് സർജറി ചെയ്യാൻ ഭയമായിരുന്നു. കാരണം ഒത്തിരി കഥകൾ കേട്ടിട്ടുണ്ട് സർജറി ചെയ്തവരുടെ. ഞാനതുകൊണ്ട് സർജറിക്ക് തയ്യാറായില്ല. ഞാൻ ഈശോപ്പച്ചനോട് എപ്പോഴും പ്രാർത്ഥിക്കും, എന്നെ സൃഷ്ടിച്ച ഈശോപ്പച്ച, എൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നീ മാത്രം ചെയ്താൽ മതി, എനിക്ക് ക്യൂരിറ്റി കിട്ടുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ഇന്ന് ഞാൻ തിരിച്ചു ചെന്നു, ഞാൻ ജോലിക്ക് കയറി. എല്ലാവർക്കും വലിയ അത്ഭുതമായിരുന്നു ഞാൻ ഓടിച്ചാടി നടക്കുന്നത് കണ്ട്. ഇന്ന് 2 വർഷമായി ഞാനവിടെ തിരിച്ച് എങ്ങനെയാണോ ബിഫോർ ഇഞ്ചുറിയിൽ ജോലി ചെയ്തിരുന്നത് അതുപോലെ എല്ലാ ജോലിയും ചെയ്ത് ഓടി നടക്കുന്നു. എനിക്കൊരു കുഴപ്പവുമില്ല. ഞാൻ എല്ലാ ദിവസവും അച്ഛൻ്റെ ട്യൂസ്ഡേയിലെ എല്ലാ ദിവസവും ഞാൻ ധ്യാനം കൂടും, എല്ലാ സാക്ഷ്യങ്ങളും കേൾക്കും, അതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി കാര്യം. എനിക്ക് ഈ രോഗം വന്നതോടുകൂടി എനിക്കിപ്പോൾ സങ്കടങ്ങളൊന്നുമില്ല. എൻ്റെ ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാനായിട്ട് ഇതെന്നെ സഹായിച്ചു. കൂടുതൽ നേരം ബൈബിൾ വായിക്കുവാൻ, കൂടുതൽ നേരം കൊന്ത ചെല്ലുവാൻ, സ്വയം പ്രേരിത പ്രാർത്ഥനകൾ നടത്തുവാൻ എനിക്കിപ്പോൾ ഒത്തിരി സമയമുണ്ട്. പണ്ടൊന്നും എനിക്ക് സമയമില്ലായിരുന്നു. കൂടുതൽ സമയം ഞാൻ അല്ലാതെ കാര്യങ്ങൾക്കായിട്ട് ചിലവഴിക്കുമായിരുന്നു. ഇപ്പോൾ പണ്ടൊക്കെ ഒത്തിരി സിനിമകളൊക്കെ കാണുമായിരുന്നു. ഇന്ന് എനിക്ക് അതിനൊന്നും നേരമില്ല. എനിക്ക് എൻ്റെ ഈ പ്രാർത്ഥനയ്ക്കും ബൈബിൾ വായനയും ഇത് കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് ബാക്കി ഒരു കാര്യമുള്ളൂ. വാർഡിലൊക്കെ ചെന്ന് ഞാൻ ഇവിടുന്ന് ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് കൊണ്ടെടുത്ത് എല്ലാവർക്കും കൊടുക്കും. കാരണം എൻ്റെ അവസ്ഥ അറിയാവുന്നവർക്ക് ഞാൻ ഈ പത്രങ്ങൾ കൊടുക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ എന്ന്. അവരോട് ഞാൻ പറയും, നിങ്ങൾ പ്രാർത്ഥിക്കുക, അപേക്ഷിച്ചാൽ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ലാത്ത ദൈവമാണ് നമ്മളോട് കൂടെയുള്ളതെന്ന്. എനിക്ക് വെളിയിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തടിച്ചു പൊങ്ങുന്ന ഒരു അലർജി രോഗമുണ്ടായിരുന്നു. ചുമ്മാ ഒന്നും കൊതുകുത്തിയോ അങ്ങനെയൊന്നുമല്ല, ചുമ്മാ തടിച്ചു പൊങ്ങുന്ന ഒരു രോഗമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ രോഗം ഇപ്പോൾ ഇല്ല. എടുത്ത 1 മാസമൊക്കെ കഴിഞ്ഞ് പിന്നെ ഇന്ന് വരെ ഞാൻ അത് കഴിഞ്ഞ് നോട്ട് ചെയ്തില്ല. കുഞ്ഞുങ്ങൾ പറഞ്ഞു, മമ്മിക്ക് ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ, എന്ത് കാണിച്ചാലും ദേഹത്തൊന്നും ഒരു കുഴപ്പമില്ല, എനിക്കൊരു അലർജിയുമില്ല ഇപ്പോൾ. അതുപോലെ എൻ്റെ കാലിൻ്റെ വിരളയിൽ ഒരു വീൽ ചെയർ കയറി ഫ്രാക്ചർ ഉണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർമാർക്ക് അത് ഹീൽ ചെയ്യാത്ത എന്നാണെന്നറിയില്ല. കാരണം പിന്നെ 6 ആഴ്ചയായിട്ടും പിന്നെയും വേദനയും നീരും ഒക്കെ ആയിരുന്നു എനിക്ക്. ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് തൈലം ഉപയോഗിച്ച് അവിടെ കുരിശ് വരയ്ക്കുമായിരുന്നു. അത് കഴിഞ്ഞ് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കാലുമുക്കി വെക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം എനിക്ക് അങ്ങനെ ഒരു വേദനയില്ല. അത് പൂർണ്ണമായിട്ടും ഹീലായി. പള്ളിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ഈ നടുവേദനയുടെ ഫലമായിട്ട് എനിക്ക് മുട്ടയിലൊന്നും നിൽക്കത്തില്ല. പള്ളിയിൽ ചെല്ലുമ്പോൾ അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒക്കെ മുട്ട നിൽക്കുമ്പോൾ ഞാനിങ്ങനെ കയറി കസേരയിലിരിക്കുമ്പം വളരെ സങ്കടമായിരുന്നു. ഞാൻ കരയായിരുന്നു ഈശോയെ നോക്കി. എനിക്ക് വിഷമം, അപ്പച്ച എനിക്ക് മുട്ടയിൽ നിൽക്കണമെന്നും പറഞ്ഞ് ഞാൻ ഒരു ദിവസം എനിക്കിങ്ങനെ പുഷ് ചെയ്ത പോലെ തോന്നി പുറകിൽ നിന്ന്. ഞാൻ മുട്ടയിൽ നിന്നു. അതുപോലെ ഇന്ന് വരെ എനിക്കൊരു കുഴപ്പമില്ല മുട്ടയിൽ നിൽക്കാൻ. എത്ര നേരം വേണേലും നിൽക്കാം. ഇന്നാണ് തന്നെ ഇവിടെ നിന്നു. എനിക്കൊരു കുഴപ്പമില്ല. ഇന്ന് ഞാൻ പൂർണ്ണമായി സൗഖ്യമുള്ളവളായി എല്ലാവരുടെയും മുന്നിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതെല്ലാം തനിക്ക് നേടിത്തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ഈ കൃപാസനം പേപ്പർ ഞാൻ എല്ലാവർക്കും കൊണ്ടേ കൊടുത്തു. ഇവിടുന്ന് കുറേ ഇംഗ്ലീഷ് പേപ്പറുകളും കൊണ്ടുപോയി അവിടെ എല്ലാവർക്കും വിതരണം ചെയ്തു. അന്യമതസ്ഥരായ ആൾക്കാർക്കൊക്കെയാണ് കൂടുതൽ കൊണ്ടു കൊടുത്തു. ഇംഗ്ലീഷുകാർക്കൊക്കെ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ ആണെങ്കിൽ ഇവിടെ ഓർഫനേജിലൊക്കെ സാമ്പത്തികമായിട്ട് സഹായിച്ചു. അവർക്ക് വസ്ത്രങ്ങൾ മേടിച്ചു കൊടുക്കാനും ഭക്ഷണത്തിനുമായിട്ടൊക്കെ സഹായിച്ചു. രോഗികളെ ശുശ്രൂഷിക്കുമ്പോൾ പണ്ട് ഞാൻ ചെയ്തിരുന്നതിനേക്കാൾ കൂടുതലായിട്ട് സ്നേഹത്തോടും കരുണയോടും കൂടി അവരോട് പ്രവർത്തിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. ഇത്രയൊക്കെയാണ് എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ. എൻ്റെ കുടുംബത്തിലും ഒത്തിരി മാറ്റങ്ങളുണ്ടായി. ഞാൻ പ്രാർത്ഥിക്കുന്നത് കണ്ട് എൻ്റെ കുഞ്ഞുമക്കളും വന്നിരുന്ന് പ്രാർത്ഥിക്കും. അവരും രാവിലെയും വൈകുന്നേരവും വന്നിരുന്ന് എൻ്റെ കൂടെ പ്രാർത്ഥന കൂടും. എത്ര താമസിച്ച് കിടന്നാലും കുഞ്ഞുങ്ങൾ എൻ്റെ ഒപ്പം ഏറ്റുവരും. ഭർത്താവും വന്നിരിക്കും. ഞങ്ങൾ കുടുംബമായിട്ടിരുന്ന് പ്രാർത്ഥിക്കും. എല്ലാവരും ബൈബിള് വായിക്കും. ഞാൻ ബൈബിള് വായിക്കാൻ അവർ മറന്നുപോയാൽ തന്നെ അമ്മ ഞാനിന്ന് ബൈബിള് വായിച്ചിട്ടേ കിടക്കുന്നുള്ളൂ എന്നും പറഞ്ഞ് അവരും ബൈബിള് വായിച്ച് കിടക്കും. അങ്ങനെ കുടുംബം ഒന്നാകെ ദൈവത്തിങ്കിലേക്ക് കൂടുതൽ എടുക്കുവാനായിട്ട് എന്നെ അനുഗ്രഹിച്ചു. ഈ ഒരു ഉടമ്പടിയിലൂടെയാണ് ഞാൻ കൂടുതൽ വളർന്നത്. എൻ്റെ കുടുംബത്തിനും ഇത്രയും അനുഗ്രഹം കിട്ടിയതും ഈ ഉടമ്പടിയിലൂടെയാണ്. ഈശോയ്ക്കും മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. നിയമാവർത്തന പുസ്തകം
11-ാം അധ്യായത്തിൽ തിരുവചനങ്ങൾ 18-ാം തിരുവചനം അരുളി ചെയ്യുന്നു. ആകയാൽ എൻ്റെ ഈ വചനം ഹൃദയത്തിലും മനസ്സിലും സൂക്ഷിക്കുവിൻ, അടയാളമായി അവയെ നിങ്ങളുടെ കയ്യിൽ കെട്ടുകയും പട്ടമായി നെറ്റിത്തടത്തിൽ ധരിക്കുകയും ചെയ്യുവിൻ. ഉടമ്പടി എടുത്തതിന് ശേഷം തിരുവചനത്തോടുള്ള ഒരു ദാഹം, തിരുവചന വായന എത്രമാത്രമാണ് ക്രിസ്തീയ കുടുംബങ്ങളിലും അതുപോലെ ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളും അവരാരുമാകട്ടെ അവർ വചനമായ ദൈവത്തെ കൊണ്ട് നിറയുകയാണ്. ആ വചനത്തിൽ വചന ദാഹത്തോടെ വായിക്കുവാനും ഗ്രഹിക്കുവാനും ജീവിതത്തിൽ അത് ജീവിക്കുവാനുമൊക്കെ ഒന്ന് ഉത്സാഹിക്കുകയാണ്. നെറ്റിത്തടത്തിൽ പട്ടമായി കെട്ടണം എന്നൊക്കെയുള്ള തിരുവചനം നാം കേട്ടതുപോലെ ഇന്ന് ജീവിതത്തിൽ നിന്ന് മാറാതെ, അതായത് എത്രയോ പ്രാവശ്യം സുവിശേഷമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വായിച്ച എത്രയോ പേരുടെ സാക്ഷ്യങ്ങൾ നാം ദിവസവും കേൾക്കുന്നു. തൻ്റെ കുടുംബത്തിൽ മാറ്റം വന്നു, തനിക്ക് മാറ്റം വന്നു. ഇത്രയും നാളും ഒരു ഡ്യൂട്ടി ഓറിയൻറ്റഡ് ആയിരുന്നു എങ്കിൽ ഇന്ന് ഒത്തിരിയേറെ നേഴ്സുമാർ, ഡോക്ടേഴ്സ്, പ്രൊഫഷണൽസ് ഒത്തിരിയേറെ പേര് സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവരുടെ പ്രൊഫഷനെ തന്നെ എങ്ങനെയാണ് ഈ ഉടമ്പടി ജീവിതം മാറ്റിമറിച്ചതെന്ന് പറയുന്നുണ്ട്. തൻ്റെ പ്രൊഫഷൻ നേഴ്സാണ്. അപ്പോൾ ഇന്ന് കരുണയോടെ രോഗികളോട് പെരുമാറുവാൻ ഇത്രയും നാളും കരുണയില്ലാതിരുന്നു എന്നല്ല, എന്നാൽ കർത്താവിൽ ക്രിസ്തുവിനെ ദർശിക്കുകയാണ് രോഗികളിൽ. അതുതന്നെയാണ് പരിശുദ്ധ അമ്മ പറയുന്നത്, അവൻ പറയുന്നത് പോലെ ചെയ്യുക. ഞാൻ നഗ്നനായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു. സുവിശേഷം നമ്മോടിത് പറയുമ്പോൾ ഇന്ന് ഈ വ്യക്തികളിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് ഇന്ന് ക്രിസ്തുവാഹകരായിട്ട് തങ്ങൾ തന്നെ മാറി മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്ന മനോഭാവം, അതൊക്കെ ഈ മകൾക്ക് എങ്ങനെ സാധിച്ചു? അങ്ങനെ തനിക്ക് ഇനി ജോലി ചെയ്യാൻ പറ്റില്ല, സർജറി അല്ലാതെ മറ്റു മാർഗമില്ല എന്ന് പറഞ്ഞ ഒരവസ്ഥയിൽ നിന്ന് അതേ ഹോസ്പിറ്റലിലേക്ക് താൻ തിരിച്ചു ചെല്ലുന്ന അവസ്ഥ ഇന്ന് പൂർവാധികം ഉത്സാഹത്തോടെ തൻ്റെ ഡ്യൂട്ടികളൊക്കെ ചെയ്യുന്നു. അതുപോലെ ഇവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ, സഹോദരങ്ങൾ തമ്മിലുള്ള രമ്യതക്കുറവ്, ഇതൊക്കെ ഉടമ്പടിയിൽ നാം വളരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ 4 വർഷമായിട്ട് സഹോദരനുമായിട്ട് രമ്യതയിലില്ലായിരുന്നു. അതെല്ലാം ആ പിണക്കമെല്ലാം മാറുവാനും രമ്യതപ്പെടുവാനും കഴിഞ്ഞു. അതുപോലെ തൻ്റെ അലർജി രോഗം 5 വർഷമായിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെ ഓരോന്നിലും ദൈവിക ഇടപെടലുകൾ തൻ്റെ ജീവിതത്തിലേക്ക് വന്നു. ഇതെല്ലാം തങ്ങൾക്ക് കിട്ടുന്നത് തൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായി. അത് കുടുംബത്തെ ആകമാനം ബാധിച്ചു. അങ്ങനെ കുടുംബം ഒന്നിച്ച് ഇന്ന് വിശ്വാസ സ്ഥിരതയിൽ, കർത്താവിനോടുള്ള വിശ്വസ്തതയിൽ എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെയാണ് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമ്മുടെ യോഗ്യതയല്ല, കർത്താവിൻ്റെ കൃപയാണ് നമുക്കെല്ലാം നൽകുന്നത്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അമ്മ മാതാവിനും ഈശോയ്ക്കും ഓടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുന്നു. എൻ്റെ പേര് ലത, ഞാൻ പള്ളുരുത്തിയിൽ നിന്ന് വരുന്നു. എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ സാക്ഷ്യം പറയാൻ വന്നത്. 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അമ്മ മാതാവ് ഈശോയും എന്നെ ഇടയാക്കിയത്. അതിന് ഞാൻ അവർക്ക് കോടാനുകോടി നന്ദി പറയുകയാണ്. എൻ്റെ മകന് 7 മാസം കഴിഞ്ഞ് 7 മാസത്തിന് മുമ്പ് ഒരു ചുമയും ഒരു പനിയില്ല, പക്ഷേ വെറുതെ ചുമ വന്നു. ആ ചുമ അവൻ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ചുമ വന്ന് അവൻ പുറത്തേക്ക് ചാടിയപ്പോൾ ഞാൻ ഓടിച്ചെന്ന് എന്താണെന്ന് നോക്കിയപ്പോൾ ഇവൻ്റെ നെറുകയിൽ ഭക്ഷണം എന്തോ കയറിയതാണെന്നാണ് അച്ഛൻ പറഞ്ഞത്. പക്ഷേ അവന് മാറുന്നില്ല. അത് കഴിഞ്ഞ് അവനോട് ഞാൻ ചോദിച്ചു, എന്താടാ നിനക്കിങ്ങനെ? അപ്പോൾ പറഞ്ഞ്, എന്താണെന്ന് അറിയില്ലമ്മേ, എനിക്ക് പെട്ടെന്നൊരു ചുമ വന്ന് പെട്ടെന്ന് ശ്വാസം കിട്ടാതെ വന്നു എന്ന് പറഞ്ഞ്. പിന്നീട് ഞാനോർത്ത് എന്നാൽ ഇനി ഭക്ഷണത്തിൻ്റെ വല്ലതും ആയിരിക്കുമെന്ന് ഓർത്തു. പിന്നീട് അവനെ കണ്ടിന്യൂസ് ആയിട്ട് അത് വീണ്ടും വരാൻ തുടങ്ങി. സാധാരണ വരുന്ന പോലല്ല, അവന് വന്നാൽ ഏതാണ്ട് ഒരു 5 മിനിറ്റോളം ശ്വാസം ഒട്ടുമില്ല. അവൻ പുറത്തേക്ക് ചാടും, മുകളിലോട്ട് ചാടും.
അങ്ങനെ അവൻ്റെ പ്രയാസം കണ്ടാൽ ആരും കണ്ടു നിൽക്കാൻ പറ്റാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ രാത്രിയിലും പകലും എനിക്ക് ഉറക്കമില്ല, അവന് ശ്വാസം കിട്ടുന്നില്ല. ENT കാണിച്ച് അയാൾ ആൻറ്റിബയോട്ടിക് കൊടുത്തു, ഒരു മാറ്റവും ഇല്ല. പിന്നെ അയാളോട് ഞാൻ ചോദിച്ചു, എന്താണിത്? അത് നിങ്ങളൊരു കാര്യം ചെയ്യും, പൾമിനോളജിസ്റ്റിനെ കാണിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ ട്രസ്റ്റിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കി. അവിടെ കിടക്കുമ്പോഴും ഇവന് ഇതുപോലെ തന്നെ ശ്വാസം കിട്ടുന്നില്ല. അവർ പരിശോധിക്കുന്നുള്ള ഡോക്ടർമാരെല്ലാം പരിശോധിക്കുന്നുണ്ട്. പക്ഷേ അവർ പറയുന്നു ഇവന് ബ്രീത്തിങ്ങിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ എന്താണെന്ന് അവർക്കും മനസ്സിലാവുന്നില്ല. ഇത് അപൂർവമായ ഒരു രോഗമായിട്ടാണ് അവർ പറഞ്ഞത്. ഞാൻ തളർന്നു പോയി. ഞാൻ ഇവിടുത്തെ നീലത്തിരിയും പച്ചത്തിരിയും എല്ലാമായിട്ടാണ് അവിടെ പോയത്. എനിക്ക് ഉറക്കമില്ല. ഞാൻ രാത്രിയിലും പകലും മാറി മാറിയിരുന്ന് മാതാവിനെ ഈശോയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 10ാമത്തെ ഉടമ്പടിയിലാണ് ഇപ്പോൾ. ഞാൻ അതിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മകൻ ഇങ്ങനെ വന്നപ്പോൾ, മാതാവേ എന്തുകൊണ്ടാണ് എൻ്റെ മകനെ രക്ഷപ്പെടുത്താത്തത്? എനിക്ക് കാണാൻ പ്രയാസം. അങ്ങനെ ഞാനും ഇവനും മാത്രമേ ഉള്ളൂ. ഇവനെന്നാൽ ആ ശ്വാസം കിട്ടാണ്ട് വരുമ്പോൾ ഉള്ള വെപ്രാളം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇവന് നോർമലാണ്. ഇവൻ മൊബൈലും വെച്ച് കളിച്ചിരിക്കും. പക്ഷേ ശ്വാസം ചുമയങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം പിന്നെ ശ്വാസമില്ല. ആ മുറിക്കുള്ളിൽ കിടന്ന് ഓടുകയാണ്, മുകളിലോട്ട് ചാടും. നേഴ്സുമാർ വരും, അവർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ അവരോട് ചോദിച്ചു, ഇതുപോലെ രോഗം ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? അവർ പറഞ്ഞ് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ 7 ദിവസം കിടന്നു, ഡിസ്ചാർജായി. അപ്പോഴും അവന് കുറവുണ്ടെങ്കിലും പിന്നെയും ഇത് വന്നുകൊണ്ടിരിക്കുന്നു. വീട്ടിൽ വന്നിട്ടും വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ മാതാവിൻ്റെ ഉപ്പും തേനും തൈലവും എല്ലാം അവന് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് എൻ്റെ അനിയത്തിയുടെ മോള്, എൻ്റെ കുടുംബം മുഴുവൻ, ഞാൻ ഹിന്ദുവാണ്, എൻ്റെ കുടുംബം മുഴുവൻ ഇവിടുത്തെ പ്രാർത്ഥനക്കാരും ഉടമ്പടിയിലുമാണ് അവരെല്ലാം ജീവിക്കുന്നത്. അവരോട് ഞാൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ എൻ്റെ അനിയത്തിയുടെ മോള് ഇവിടത്തേക്ക് ലൈറ്റ് ഓഫ് ക്യാൻറ്റീൻ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. അതിൻ മൂലം അവന് കുറവ് കിട്ടാൻ തുടങ്ങി. അങ്ങനെ അച്ഛൻ്റെ ധ്യാനത്തിൽ 2 മാസം 1 മാസം മറ്റോ കഴിഞ്ഞ് അവന് അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛൻ പറയുന്നു, ഇങ്ങനെ ശ്വാസം മൂക്ക് ഇവന് അടഞ്ഞു പോകും, ഇവന് ഇത് വരുമ്പോൾ മൂക്കടഞ്ഞു പോകും, എന്നിട്ടാണ് ഇവന് ശ്വാസം കിട്ടാതെ വരുന്നത്. അപ്പോൾ അച്ഛൻ അതുപോലെ തന്നെ പറഞ്ഞു, മൂക്കടഞ്ഞിട്ട് ശ്വാസം കിട്ടാതെ വിഷമിക്കുന്ന ഒരു മകനെ സുഖപ്പെടുത്തുന്നതായിട്ട് കാണിക്കുന്നുവെന്ന്. അതെൻ്റെ മകനാണെന്ന് പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവൻ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പം 7 മാസം കഴിഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിന് ബാക്കിലൊരു മുഴ പോലെ, വണ്ടിയിലിരിക്കാൻ പാടില്ല, ഒന്നും വയ്യ. പുള്ളിക്ക് ഈ തൈലത്തിനും ഇതിലൊന്നും വിശ്വാസമില്ല. പക്ഷേ കർത്താവിലും മാതാവിലും ഒക്കെ വിശ്വാസമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാൻ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ നിങ്ങളിവിടെ വന്നൊന്ന് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. വന്ന് നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് പുരട്ടിക്കൊടുത്തു. ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു, അതെങ്ങനെയുണ്ട്? അത് അവിടെ കാണാനില്ലെന്നാണ് പറഞ്ഞത്. അത്രയും. അതുപോലെ തന്നെ ഞാൻ ആർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് പ്രാർത്ഥിക്കുന്നു അവർക്കെല്ലാം എനിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ എന്നാൽ കഴിയുന്ന വിധത്തിൽ പൈസ രോഗികൾക്ക് അയച്ചു കൊടുക്കും, അടുത്തുള്ളവർക്കാണെങ്കിൽ കൊടുക്കും. രോഗികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യാറുണ്ട്. പിന്നെ ബൈബിൾ വായിക്കാറുണ്ട്. കൊന്ത എനിക്കറിയില്ല, പക്ഷേ കൊന്ത ഇപ്പോൾ പഠിച്ചിട്ട് ഞാനിപ്പോൾ എന്നും ചൊല്ലാറുണ്ട്. പിന്നെ ആത്മീയമായിട്ട് അങ്ങനെ ബൈബിൾ വായിക്കാറുണ്ട്. അങ്ങനെ ആത്മീയമായിട്ടൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ 10ാമത്തെ ഉടമ്പടിയിലാണ്. എപ്പോഴും ഓരോ മാസവും എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഓരോ മാസം വരുമ്പോഴും ഞാൻ പറയും, മാതാവേ എനിക്ക് ഉടമ്പടി എടുക്കണം, നീ എന്നെ സഹായിക്കണം, എനിക്ക് ഉടമ്പടിയിൽ തന്നെ ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് തന്നെ അറിയത്തില്ല ഞാനിതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഞാനെല്ലാം നന്നായിട്ട് പാലിക്കുന്നുണ്ട്. അതെൻ്റെ മാതാവിൻ്റെ ഈശോയുടെ ഒറ്റ കൃപ കൊണ്ട് മാത്രമാണ്.
ഇനി എനിക്ക് ഒരു ഉടമ്പടി 11 നിർത്തണം, 11 എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനും എൻ്റെ ഈശോയും മാതാവും സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നും എപ്പോഴും എൻ്റെ ജീവിതാവസാനം വരെയും ഈ ഉടമ്പടിയിൽ നിൽക്കാൻ പറ്റുന്നിടത്തോളം, അല്ലെന്നേരി 11 ഞാൻ നിർത്തും. അതല്ലാന്ന് വരില്ല. അത് കഴിഞ്ഞാലും ഞാൻ ഈ ഈശോയുടെയും മാതാവിൻ്റെയും കൃപയിലും അനുഗ്രഹത്തിനും ഇവിടുത്തെ ഒരു പ്രേക്ഷിതയായിട്ടും ജീവിക്കാനാണ് എൻ്റെ ആഗ്രഹം. അതിന് എൻ്റെ അമ്മയുടെയും മാതാവിൻ്റെയും അനുഗ്രഹം എനിക്കെപ്പോഴും ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. ഞാൻ എന്നും മൊബൈലിലാണ് ഈ അച്ഛൻ്റെ ടോക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു ദിവസം ഇവൻ പെട്ടെന്ന് വന്നേച്ച് പറഞ്ഞ്, അമ്മയ്ക്ക് ഞാൻ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത് തരട്ടെ, അമ്മയ്ക്ക് അപ്പം നല്ലതുപോലെ കാണാം, പിന്നെ സ്പീക്കറും വെച്ച് തന്നു, അമ്മയ്ക്കത് കേൾക്കുകയും ചെയ്യാമല്ലോ. ഞാൻ പറഞ്ഞു വലിയ ഉപകാരം മോനെ എന്ന് പറഞ്ഞു. അവനത് വെച്ച് തന്നെന്ന് വെച്ചാൽ അവൻ പുറത്തേക്ക് മാറി. അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാൻ അച്ഛൻ്റെ ടോക്ക് കണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അച്ഛൻ അങ്ങോട്ട് അപ്രത്യക്ഷമായി. മാതാവ് ഇപ്പുറത്ത് പ്രത്യക്ഷപ്പെട്ട് നേരെയല്ല, ചരിഞ്ഞാണ് നിൽക്കുന്നത്. ഈ സിൽവർ കളറിൽ ഈ ഷോൾഡർ വരെ. എനിക്ക് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. ഞാൻ നെഞ്ചത്ത് കൈവച്ച് മാതാവോന്ന് ഇങ്ങനെ പറഞ്ഞു, പക്ഷേ എനിക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല, നാക്ക് പൊങ്ങുന്നില്ല. 3 സ്റ്റെപ്പ് മുന്നോട്ട് അച്ഛൻ നിന്ന സ്ഥലത്തേക്ക്, അച്ഛനെ കാണുന്നില്ല, ആ സ്ഥലത്തേക്ക് ഇങ്ങനെ 3 സ്റ്റെപ്പ് വെച്ച് പെട്ടെന്ന് എനിക്ക് ബോധം വീണ്ടും ഞാൻ മാതാവേന്ന് ഇങ്ങനെ വിളിച്ച് പിന്നെ കാണാനില്ല. അതുപോലെ തന്നെ ഞാൻ ഒരു ദിവസം എനിക്ക് വീട്ടിൽ എനിക്കൊരു സർവൻ്റ് ഉണ്ട്, അവൾ ആക്സിഡൻ്റായിട്ട് കിടക്കുകയായിരുന്നു. അപ്പം ഞാൻ തന്നെ വീട്ടിലെ എല്ലാ പണികളും ചെയ്ത് ടയേർഡായി. ഒരു 4-4:30 മണിയായിട്ടുണ്ടാവും. അപ്പം ഞാൻ വീടിൻ്റെ ഉള്ളിൽ തൂക്കാനായിട്ട് അങ്ങോട്ട് എനിക്ക് തീരെ പാടില്ല. എന്നിട്ട് ഞാൻ ഓർത്തുന്ന തൂത്തൊക്കെ വൃത്തിയാക്കി ഇടാമെന്നും പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് ഒരു റൂം തൂത്തിങ്ങോട്ട് മുന്നോട്ട് വരുമ്പോൾ അവിടെ മുഴുവനും പച്ച കളറിൽ എന്തോ ഇങ്ങനെ ഒഴുകി ടൈലിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ് ഒഴുകുന്ന മാതിരി ഇങ്ങനെ മുന്നോട്ട് ഒഴുകുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത റൂമിലോട്ട് നോക്കുമ്പോൾ ആ കാണുന്നത് വീണ്ടും ആ റൂമിലേക്ക് ഒഴുകുന്നു. പിന്നെ ഹാളിലേക്ക് നോക്കുമ്പോൾ അങ്ങോട്ട് ഒഴുകുന്നു. അങ്ങനെ ഇതിങ്ങനെ ഒഴുകിക്കൊണ്ട് ഞാൻ ഓർത്ത് എനിക്ക് കണ്ണിനൊന്നും ഇതുവരേക്കും പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്താണ് ഞാൻ ഈ കാണുന്നത്? എനിക്ക് കണ്ണിനെന്തെങ്കിലും പ്രശ്നം, ഞാൻ ഈ ജോലി ചെയ്തിട്ട് എൻ്റെ കണ്ണിനോ തലയ്ക്കോ എന്തെങ്കിലും പ്രശ്നമുണ്ടായി, പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പം ഉണ്ടായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഞാൻ ചൂല് വലിച്ച് ദൂരെ എറിഞ്ഞിട്ട് ഞാൻ ഓടി. ഇതുപോലെ ഞങ്ങൾ ഹിന്ദുക്കളാണെങ്കിലും രൂപമൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ അവിടെ പോയി തല അവിടെ കുനിഞ്ഞ് നിവർന്ന് അതേ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ, എൻ്റെ മാതാവേ, എൻ്റെ കണ്ണിനെന്തോ സംഭവിച്ചല്ലേ, എൻ്റെ തലയ്ക്കെന്തോ സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് ഇന്ന് ഇത് ഇങ്ങനെ കാണുന്നു, എന്താണ് എനിക്ക് തലയ്ക്ക് സംഭവിച്ചത് എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് വലിയ കരഞ്ഞ്. ആരുമില്ല അവിടെ. അപ്പം എൻ്റെ ഉള്ളിലേക്ക് ആരോ പറയുന്നത് പോലെ പച്ചത്തിരി എന്ന്. അപ്പം ഞാൻ പച്ചത്തിരി, അപ്പോൾ എൻ്റെ ഉള്ളിൽ ആ പച്ചയാണല്ലോ കണ്ടത്, ആ പച്ചത്തിരിയുടെ കളറാണല്ലോ ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവാണത് എന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ടയേർഡായിട്ട് നിൽക്കുന്ന സമയമല്ലേ, അപ്പം മാതാവിൻ്റെ ഒരു കൃപ അവിടെ ഉണ്ടായി എന്നെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായി. ഞാൻ ഓടി വന്ന് എൻ്റെ മാതാവായിരുന്നല്ലേ എന്നെ ഇതിങ്ങനെ കാണിച്ചത്. അപ്പം ഞാൻ അവിടെ എല്ലാം വീണ്ടും നോക്കുകയാണ് ഒന്നുകൂടെ കാണാൻ വേണ്ടി, പക്ഷേ കണ്ടില്ല. അങ്ങനെ എനിക്ക് പല പ്രാവശ്യം മാതാവിൻ്റെ ഒരു അനുഭവം എനിക്ക് പല തരത്തിലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാനിവിടെ പറയാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും വിട്ടുപോയി. ഈ പ്രാവശ്യം അത് പറയാൻ എനിക്ക് സന്ദർഭം കിട്ടിയതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. മാതാവിനെ സ്തുതി. എൻ്റെ പേര് വിഷ്ണു. എൻ്റെ അമ്മയുടെ ഒരു 8 മാസത്തോളം ഇപ്പോൾ ഉടമ്പടി എടുക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് പറ്റുന്ന സമയത്ത് ഞാൻ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കാറുണ്ട്. എനിക്കിപ്പോൾ ഒരു ശ്വാസം മുട്ടലുണ്ടായിരുന്നു 8 മാസം മുമ്പ്. അത് പൂർണ്ണമായും മാറിയതും അമ്മയുടെ പ്രാർത്ഥനയും മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിച്ചുള്ളൂ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ ഇതാ സകല ജനത്തിനും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഈ സന്തോഷത്തിൻ്റെ സദ്വാർത്തയുമായിട്ട് ഇന്ന് എത്രയോ മക്കളാണ് കൃപാസന അൾത്താരയിൽ തങ്ങളുടെ കുടുംബവുമൊക്കെ ആയിട്ട് വന്ന്
അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. വിഷ്ണു എന്ന തൻ്റെ മകൻ്റെ രോഗസൗഖ്യാനുഭവം, ആ മകന് അപൂർവമായിട്ടുള്ള ഒരു രോഗമാണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അവർക്ക് തന്നെ മനസ്സിലാകുന്നില്ല ഇതെന്താണെന്ന്. അങ്ങനെ തനിക്ക് ഒരു പെട്ടെന്നുണ്ടാകുന്ന ചുമ, അതുമൂലമുണ്ടാകുന്ന ശ്വാസം മുട്ട്, പിന്നീട് ബ്രീത്തിങ് എടുക്കാൻ പറ്റാത്ത അവസ്ഥ, 5 മിനിറ്റോളം അങ്ങനെ ശ്വാസതടസ്സം നേരിടുമ്പോൾ ആ മകൻ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ അത് കണ്ടു നിൽക്കാൻ ബുദ്ധിമുട്ടെന്നാണ് അമ്മ ഇവിടെ പങ്കുവയ്ക്കുന്നത്. ആ ഒരു അവസ്ഥയൊക്കെ എങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചും അതുപോലെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ച് ഇന്നിപ്പോൾ തനിക്ക് എത്രയോ മാസങ്ങളായി തനിക്കിങ്ങനെ ഒരു അസ്വസ്ഥതകളില്ല, വേറെ മരുന്നൊന്നും ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തൻ്റെ ഹസ്ബൻഡിന് കിട്ടിയ മറ്റൊരു രോഗസൗഖ്യാനുഭവം, ഇങ്ങനെയൊക്കെ ഈ മക്കൾ ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ തൻ്റെ ജീവിതം മുഴുവനും തനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഇവിടുത്തെ പ്രേക്ഷിതയായിട്ട് അമ്മയുടെയും ഈശോയുടെയും മകളായിട്ട് തനിക്ക് ജീവിക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് എത്രമാത്രം ദൈവസ്നേഹം, തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ ദൈവിക അനുഭവങ്ങൾ, കൃപകൾ, അതൊക്കെ മറക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാവരുടെയും മുൻപിൽ കർത്താവിനെ അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ്, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ വിശ്വസിച്ച് ഈ കുടുംബം ഇന്നിവിടെ നിൽക്കുന്നത്. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ. ദൈവമാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ലിബി. ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നു. ഞാൻ 2018 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ്. എൻ്റെ 4 നിയോഗങ്ങൾ ദൈവമാതാവ് വഴി, ഉടമ്പടി വഴി എനിക്ക് സഹായിച്ചു കിട്ടി. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ 2013 ഞാൻ ബിടെക് പാസ് ഔട്ടാണ്. 2015 എംടെക് പാസ് ഔട്ടാണ്. അത് കഴിഞ്ഞിട്ട് 2018 വരെ ഞാൻ ഒത്തിരി എടുത്ത് ജോബിന് ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ടുണ്ടെങ്കിലും നിരാശയായിരുന്നു. അതായത് എനിക്കൊരു ജോലിയും കിട്ടിയിട്ടില്ല. ഒന്നാമത് ഞാൻ ഇൻസ്ട്രുമെൻറ്റേഷനിലാണ് ബിടെക് പാസ് ഔട്ടായത്. അതുകൊണ്ട് തന്നെ ജോബ് ഭയങ്കര പാടാണ്. അപ്പം 2018 ഞാൻ ഉടമ്പടി എടുത്തു. 2019 ഞാൻ ബഹ്റൈനിൽ ചെന്നു. കൊറോണ ടൈമായിരുന്നു. ഞാൻ എന്നും രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. ആദ്യത്തെ എൻ്റെ നിയോഗമായിരുന്നു ഒരു ജോലി കിട്ടുന്ന. അത് ഏതെങ്കിലും അല്ല, എൻ്റെ ഫീൽഡിൽ തന്നെ എനിക്കൊരു ജോലി കിട്ടണം, ഇൻസ്ട്രുമെൻറ്റേഷനിൽ. അതെന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. ഞാൻ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ അതെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിൽ തന്നെ എനിക്ക് സക്സസ് ആണോ എന്നുള്ളത്. ഞാൻ എന്നും പ്രാർത്ഥിക്കും. കുറേ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നുണ്ട്, ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ എന്നും പ്രാർത്ഥനയിലൂടെ ഒരു ദിവസം കൊറോണ ടൈമിൽ അമ്മ മാതാവ് വഴി എനിക്കൊരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അവിടുന്ന് എനിക്ക് ഒരു 1 ഇയർ എനിക്കവിടെ വർക്ക് ചെയ്യാൻ പറ്റി. അതുവഴി എനിക്കിപ്പം ഇലക്ട്രോണിക്സ് ഫീൽഡിൽ, ഇൻസ്ട്രുമെൻറ്റേഷൻ ഇലക്ട്രോണിക്സ് ഈ ഫീൽഡിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ. രണ്ടാമതായിട്ട് എനിക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ട്. അതായത് ഓൾമോസ്റ്റ് എന്ത് ഫുഡ് കഴിച്ചാലും എനിക്ക് നെഞ്ചിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ വന്ന് പിടിക്കും, അല്ലെങ്കിൽ എനിക്ക് തലവേദനയായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഞാൻ പേടിച്ചാണ് ഫുഡ് കഴിക്കുന്നത്. അതായത് അത് ഒരു 2013 തൊട്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്. അതായത് ഞാൻ മരുന്നൊക്കെ ഒത്തിരി മെഡിസിൻ എടുത്തിട്ടുണ്ട്. ബട്ട് അതെനിക്കൊരു ആദ്യത്തെ ഒരു കുറച്ച് നേരത്തെ ഒരു മാറ്റമല്ല, അത് പിന്നെ അടുത്ത ഫുഡ് കഴിക്കും പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ എൻ്റെ 2ാമത്തെ നിയോഗമായിട്ട് ഞാനിത് വെച്ചിരുന്നത്. കാരണം എനിക്ക് പുറത്തെങ്ങും പോയി ഫുഡ് കഴിക്കാനൊക്കെ പേടിയാണ്. കാരണം എന്ത് കഴിച്ചാലും എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ പല ഫുഡും സ്കിപ്പ് ചെയ്യും. കാരണം ഇതൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനത് കഴിക്കാറില്ല. അപ്പോൾ ഞാൻ 2ാമത്തെ നിയോഗമായിട്ട് വെച്ചത് ഇതാണ്, എനിക്കിത് പൂർണ്ണമായിട്ടൊരു സൗഖ്യം കിട്ടണം. കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഒരു 6 മാസത്തോളം ഞാൻ പ്രാർത്ഥിച്ചു. എന്നും ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം ഞാൻ പരട്ടുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഉടമ്പടിയുടെ രാവിലെ ഞാൻ എണീറ്റ് പ്രാർത്ഥിച്ചു, ദൈവമേ ഇന്നത്തെ ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ അത് ഒരു മെസ്സേജായിട്ട് പറയണം, എനിക്കതൊരു സൗഖ്യം കിട്ടിയതായിട്ട്. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ എന്നിട്ട് തുടങ്ങിയപ്പം തൊട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനത് ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ലാസ്റ്റിൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഗ്യാസിൻ്റെ പ്രോബ്ലം കാരണം നെഞ്ചിൻ്റെ അകത്തും പുറത്തും ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു 9 പേരെ ദൈവം സൗഖ്യപ്പെടുത്തിയതായിട്ട്. അപ്പം അത് കേട്ടതുകൊണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസമായി. അപ്പം ഞാൻ അപ്പം തന്നെ പ്രാർത്ഥിക്കുകയും അതിലൊരാൾ ഞാനായിരിക്കണേ, ഞാൻ വന്ന് സാക്ഷ്യപ്പെടുത്തും, ദൈവസന്നിധിയിൽ ഈ ഉടമ്പടി ധ്യാന കേന്ദ്രത്തിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുമെന്ന് ഞാൻ അപ്പം തന്നെ പറഞ്ഞിരുന്നു.
എന്നിട്ട് ഞാൻ 2-3 ദിവസമൊക്കെ നോക്കി, അത് മാറുന്നില്ല. ബട്ട് ഒരാഴ്ചയായപ്പോഴത്തേനും എനിക്ക് പൂർണ്ണമായൊരു സൗഖ്യം കിട്ടി. ഇപ്പോൾ ഇതുവരെ ദൈവം എനിക്ക് അതിന് പൂർണ്ണമായൊരു വിടുതൽ തന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ഇവിടെ വന്ന്. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി 2018 കൊറോണ ടൈമിൽ പോയി. അതൊരു 6 മന്ത്സോളം സാലറി പെൻഡിങ് ആയി. അവരുടെ സ്പോൺസർ സാലറി ഒന്നും വർക്കേഴ്സിന് കൊടുക്കുന്നില്ല. 6 സാലറി കൊടുക്കാതെ പെൻഡിങ് ആക്കിയിട്ട് ലാസ്റ്റിൽ അവർ ജോബ് കട്ട് ചെയ്തിട്ട് അവർ ഞങ്ങൾ പറഞ്ഞു വിടുവാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡ് ദൈവ വിശ്വാസിയാണെങ്കിലും മാതാവിലൊന്നും അത്ര വിശ്വാസമുള്ള ഒരാളല്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഓക്കെ, രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുക, എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, അമ്മ മാതാവ് 1 മാസത്തിനുള്ളിൽ ജോലി തരും, അങ്ങനെ എനിക്ക് വിശ്വാസമുണ്ട്, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം എൻ്റെ ഒരു വേണ്ട പുറത്ത് പുള്ളി രാവിലെ എന്നും വന്ന് എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും എന്നും ഒരു 2 ജപമാല ചൊല്ലും രാവിലെ തന്നെ. എന്നിട്ട് പുള്ളി അടുത്ത ജോബ് സെർച്ച് ചെയ്ത് പോത്തുള്ളൂ. പിന്നെ വൈകുന്നേരം വന്ന് ഒരു അരമണിക്കൂർ പ്രാർത്ഥിക്കും, അന്നേരം ഒരു ജപമാല ചൊല്ലും. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു 1 മന്ത് ആയപ്പോഴത്തേന് നല്ലൊരു കമ്പനിയിൽ ഒരു ജോലി ഡയറക്റ്റ് കിട്ടുകയും അതുകൊണ്ട് തന്നെ ആ 6 മന്ത്സ് പേയ്മെൻറ്റ് സാലറി പെൻഡിങ് ആയിരുന്നത്. ബാക്കി 6 കിട്ടിയിട്ടില്ല, എൻ്റെ ഹസ്ബൻഡിനെ മാത്രമേ ഉള്ളൂ ഫുൾ സാലറി കിട്ടുകയും ചെയ്തു. അതിന് 3ാമത് ഞങ്ങൾ നന്ദി പറയുന്നു. 4ാമത് എനിക്ക് സൈനസിൻ്റെ ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 2 വർഷമായിട്ട് ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ എൻ്റെ മൂക്ക് പൊട്ടുകയും തുമ്മാനോ മൂക്ക് ഇങ്ങനെ ചീരാനോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ബുദ്ധിമുട്ട് മാത്രമല്ല, എനിക്ക് പേടിയായിരുന്നു, കാരണം ബ്ലഡ് വരും. അതുകൊണ്ട് ഞാനത് തൊടത്തുമില്ല, ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ വേദന എനിക്ക് നല്ലപോലെ ഉണ്ട്. അത് പുറത്ത് ഞാൻ ഇറങ്ങത്തില്ല, ചെവിക്കകത്ത് ഞാനിങ്ങനെ കോട്ടൺ വെച്ചിട്ടാണ് പുറത്തിറങ്ങുകയാണെങ്കിൽ പോലും. എങ്കിലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും ഇങ്ങനെ പ്രാർത്ഥിക്കും. ഞാൻ ഓഫീസ് ടൈമിലെല്ലാം എൻ്റെ സൈഡിൽ ഫോൺ ഉണക്കി വെച്ചേക്കുക. ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും ഈ ശുശ്രൂഷ മുടങ്ങാതെ കാണും. എത്ര തിരക്കിലാണെങ്കിലും ഞാനത് എന്നും കാണും. ഹെഡ്ഫോൺ എടുത്ത് ചെവി വെച്ചിട്ട് ഞാനത് കാണും. അപ്പോൾ ഞാൻ അന്ന് ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് ഇതും ഒരു അച്ഛൻ്റെ ഒരു ശുശ്രൂഷയിൽ മെസ്സേജായിട്ട് പറയണേന്ന്. ഫസ്റ്റ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ബട്ട് മൂക്കിന് എന്തോ ഒരു ബൾജിങ് ഉള്ള ആൾക്കാർക്ക് സൗഖ്യം കിട്ടിയതായിട്ട്. ബട്ട് എനിക്കന്ന് കിട്ടിയില്ല. അപ്പോൾ ഞാൻ പിന്നെ വിഷമിച്ച് ഞാൻ എന്നും ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കും, ദൈവമേ ഇത് മെസ്സേജിലൂടെ തന്നെ പറയണേ, എന്നാലേ എനിക്കാണെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഒരു 1 വീക്ക് കഴിഞ്ഞപ്പം അതേപോലെ തന്നെ ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അച്ഛനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ മൂക്കിന് ബുദ്ധിമുട്ടുള്ള ഒരു മകളെ ദൈവം പൂർണ്ണമായി സൗഖ്യപ്പെടുത്തുന്നുണ്ട്. അന്നേ പിന്നെ ഇന്ന് വരെ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഞാൻ പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്നുമുണ്ട്, ഞാൻ കോട്ടനൊന്നും ചെവി വെക്കുന്നുമില്ല. ഇത്രയും അനുഗ്രഹങ്ങൾ തന്നതിനെ ഓർത്ത് ദൈവത്തിന്, അമ്മ മാതാവിനും 1000 നന്ദി ഞാൻ പറയുന്നുണ്ട്. ഞാൻ ഉടമ്പടി പുതുക്കിയിട്ടുമുണ്ട്. ഇനിയും അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ ദൈവം അവസരം തരുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാ പത്രങ്ങളും ഞാൻ ബഹ്റിനിലും കൊണ്ടു കൊടുക്കുമായിരുന്നു. ഇവിടെ ഞാൻ കിട്ടുന്ന ആ ടൈമിൽ തന്നെ മാക്സിമം വീടുകളിൽ കൊണ്ടു കൊടുക്കും. വിശ്വാസ പ്രമാണം ചൊല്ലി തന്നെയാണ് ഞാൻ കൊണ്ടു കൊടുക്കുന്നത്. പിന്നെ അടുത്തുള്ളവരിലെല്ലാം നടന്ന് തന്നെ ഞാൻ കൊണ്ടു കൊടുക്കും. പിന്നെ ഉള്ളത് ബഹ്റിനിൽ കൊണ്ടു കൊടുക്കും. പിന്നെ സാമ്പത്തികമായിട്ട് ഞാൻ ജോലിയില്ലാത്ത ഒത്തിരി മക്കൾക്ക് ഞാൻ എൻ്റെ മുന്നിൽ അമ്മ വഴിയോ ആരെങ്കിലും വഴി ഞാൻ അറിയുന്നുണ്ടെങ്കിൽ ഞാൻ ആ ക്യാഷ് അവിടെ എത്തിക്കാറുണ്ട്. പിന്നെ ഒരു പേഷ്യൻസിന് ഞാൻ കൃത്യമായ എല്ലാ മന്തും ഒരു സാലറിയുടെ ഒരു എമൗണ്ട് ഇത്ര % ഞാൻ ആളുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാറുണ്ട്. വ്യക്തിപരമായി വന്ന മാറ്റം തന്നെ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാണ്. അതായത് എൻ്റെ മുൻപിൽ എന്തെങ്കിലും അനീതിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ, ഇൻജസ്റ്റിസ് കണ്ടിരുന്നാൽ ഞാൻ ഉറപ്പായിട്ടും അതിന് ഭയങ്കരമായിട്ട് ചൂടാവുന്ന ഒരാളാണ്. അതിൽ നിന്ന് ഞാൻ ഭയങ്കരമായിട്ട് മാറി. ഇപ്പം ഞാൻ ആരെന്ത് പറഞ്ഞാലും ഞാൻ മിണ്ടാതെ അവിടെ ഇരിക്കുക, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ക്രൗഡിൻ്റെ അടുത്തുനിന്ന് മാറിപ്പോവുകയും ചെയ്യും. ഞാൻ പ്രാർത്ഥനയിൽ ഇപ്പം കുറച്ചുകൂടെ കൂടി, ഒരു ദിവസം എങ്ങനെയായാലും ഞാൻ ഒരു 2 ജപമാല മിനിമം ഞാൻ ചൊല്ലാറുണ്ട്. ബൈബിൾ ആണെങ്കിലും എത്ര ടൈമില്ലെങ്കിലും ഒരു 10 മിനിറ്റ്സ് മിനിമം, മോസ്റ്റ്ലി 30 മിനിറ്റ്സ് ആണ്. ഇൻ കേസ് ടൈം ഇല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സ് എങ്കിലും ഞാനത് ബൈബിൾ വായിക്കാറുണ്ട്. ഈ വണ്ടിയിലിരുന്നോ എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് എങ്ങനെയായാലും ഞാൻ സ്കിപ്പ് ചെയ്യാറില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ദൈവമാതാവിനും യേശുപ്പച്ചനും 1000 നന്ദി പറയുന്നു. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 12-ാം അധ്യായം 8-ാം തിരുവചനം അരുളി ചെയ്യുന്നു, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. തൻ്റെ അനുഭവങ്ങൾ ലിബി ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ താൻ പഠിച്ച് പാസ്സായത് എന്നാണെന്നും 2015 മുതൽ 2013 പഠിച്ച് പാസ് ഔട്ടായ മകളാണ്
പിന്നീട് അങ്ങോട്ട് താൻ പഠിച്ച ഫീൽഡിൽ ഒരു ജോലി ഈ മകൾക്ക് ലഭിച്ചില്ല, തനിക്കൊരു എക്സ്പീരിയൻസ് ഇല്ല. അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഉടമ്പടി എടുക്കുകയും കൊറോണ ടൈമിൽ എല്ലാവരുടെയും ജോലി എല്ലാവർക്കും നഷ്ടപ്പെടുന്ന സമയത്ത് അമ്മ മാതാവ് ഈ മകൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഈ മകൾക്ക് വരുന്നു. അങ്ങനെ തനിക്ക് ജോലി ലഭിക്കാനിടയായ സാഹചര്യങ്ങളും അതും തൻ്റെ ഫീൽഡിൽ തന്നെ ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു, ഒരിക്കലും ജോലി ചെയ്തിട്ടില്ലാത്തത് കാരണം. പിന്നീട് എങ്ങനെയാണ് തനിക്ക് ഇൻസ്ട്രുമെൻറ്റേഷൻ ഫീൽഡിൽ എൻജിനീയറാണ്, അപ്പോൾ ആ ഫീൽഡിൽ തന്നെ മകൾക്ക് ജോലിക്ക് സാധ്യതകൾ തെളിഞ്ഞു. ഇപ്പോൾ അതിനേക്കാൾ നല്ല ഒരു പോസ്റ്റിൽ ഈ മകൾക്ക് ഇപ്പോഴും ജോലി തുടരുന്നു, നല്ല സാലറിയിൽ. അതാണ് നാം കേട്ടത്. അതുപോലെ തന്നെ തനിക്ക് ഉണ്ടായിരുന്ന ഒരു അസ്വസ്ഥത, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. 2015 മുതൽ അത് ഈ മകളെ അലട്ടുന്നതാണ്. എന്നാൽ എത്ര മരുന്നുകൾ കഴിച്ചാലും എന്ത് ചെയ്താലും ഒന്നും യാതൊരു രോഗസൗഖ്യമായിട്ടൊന്നും അനുഭവപ്പെടാതിരുന്ന ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് ഉടമ്പടി ആരാധന കൂടുന്ന സമയത്ത് നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ആരാധനാ സമയത്ത് പറയുന്നതും അത് ഈ മകൾക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ തനിക്കത് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ തൻ്റെ ജീവിതത്തിൽ തനിക്ക് അനുഭവപ്പെട്ടു. ഇപ്പോൾ തനിക്ക് എല്ലാ ഫുഡും കഴിക്കാം, തനിക്ക് യാതൊരുവിധ അസ്വസ്ഥതകളുമില്ല എന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുപോലെ തനിക്ക് ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ തനിക്കുണ്ടാകുന്ന മറ്റ് അസ്വസ്ഥതകൾ 2 വർഷമായി, അതും ആരാധനാ സമയത്ത് തന്നെയാണ് അച്ഛൻ പറയുന്നത്. അങ്ങനെ ഇന്നിപ്പോൾ താൻ യാത്ര ചെയ്യുകയോ ജോലി ചെയ്യുകയോ എന്തൊക്കെ ചെയ്താലും എവിടെയും ദൈവസാന്നിധ്യ സ്മരണയോടുകൂടി തനിക്ക് തൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നു. ഉടമ്പടി പ്രകാരമുള്ള നിബന്ധനകൾ പാലിച്ചുകൊണ്ട് തന്നെ തൻ്റെ ജോലിയിലൊന്നും ഒരു തടസ്സവും വരാതെ തന്നെ താൻ എങ്ങനെയാണ് ചൊവ്വാഴ്ചയിലെയൊക്കെ ധ്യാനം, അതും ലൈവായിട്ടുള്ളതൊക്കെ കൂടുവാനായിട്ട് ഈ മകള് പരിശ്രമിക്കുന്നത്, അത് ചെയ്യുന്നുണ്ട്. അങ്ങനെ വിശ്വാസ ജീവിതം, കൂദാശ ജീവിതം, അതൊക്കെ തൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ അഭിവൃദ്ധിപ്പെട്ടു എന്നുള്ളതാണ് ലിബിയുടെ സാക്ഷ്യത്തിലൂടെ പറയുക. തനിക്ക് വ്യക്തിപരമായി വന്ന മാറ്റങ്ങൾ, തൻ്റെ സ്വഭാവ പ്രത്യേകതകളിൽ വന്ന മാറ്റങ്ങൾ, ഇതൊക്കെ വിശുദ്ധീകരണത്തിൻ്റെ വഴികളാണ്. ഈ വഴികളിലൂടെയാണ് നാം നടന്ന് ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധ്യമാകുന്നത്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ